അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം ഏറ്റവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മഹത്തായ അമലിനെ സംബന്ധിച്ചാണ്. എല്ലാവർക്കും അറിയാം, അത് സുജൂദാണ്. സുജൂദിനെ ആചരിപ്പിക്കുക. സുജൂദിൽ പാടുണ്ട് അല്ലേ? നമ്മോട് നിർബന്ധമായും ഒരു മുസൽമാൻ 24 മണിക്കൂറിനുള്ളിൽ 34 പ്രാവശ്യം നിർബന്ധമായും സുജൂദ് ചെയ്തതാണ് അല്ലേ? ഒരൊറ്റ സുജൂദ് കൊണ്ട് വിസമ്മതിച്ച ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമം വരെ ശപിക്കുകയും നരകത്തിൻ്റെ അവകാശിയായി മാറ്റുകയും ചെയ്തെങ്കിൽ അശ്രദ്ധമായി നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടെയാണ് ഇത്. അഖറൂമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ അടിമ, അവൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ യുക്തമായത് സുജൂദാണ്. അതുകൊണ്ട് ഫഅക്സിറു അദ്ദുആ, ആ സുജൂദിലായിക്കൊണ്ട് നിങ്ങൾ ദുആയെ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും, മറിച്ച് ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറ സുജൂദ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഹറമല്ലാഹു അലന്നാരി, നരകത്തിന്റെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു അൻ തഅകുല അസറ സുജൂദ്, സുജൂദിന്റെ അസറിനെ ഉണ്ടാകുന്ന അടയാളം. നരകവാസികൾക്ക് വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് നടത്തുമ്പോൾ മലായികത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും മലായികത്ത് തെരയുന്നത് ആരെന്നറിയോ? ഈ സുജൂദിന്റെ ഭാഗം തട്ടിയവരെയാണ്. ആ സുജൂദിന്റെ സ്ഥലം പ്രകാശിക്കും, അതൊരിക്കലും നരകം തൊടുകയില്ല. അപ്പൊ നമ്മൾക്ക് ഇന്ന് തിലാവത്തിന്റെ സുജൂദ് നിങ്ങൾക്കറിയാം, അതല്ലാത്ത സുജൂദ് അറിയാം. ഇന്ന് നമ്മൾക്ക് ശുക്രിന്റെ സുജൂദ്, ഒരു നന്ദി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു വലിയ മുസീബത്ത് നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിനൊരു സുജൂദ്, അതാണ് ശുക്രിന്റെ സുജൂദ്. സുഹൃത്തുക്കളെ, സുജൂദ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എന്തൊക്കെ ചെല്ലാണ്. സാധാരണ സുജൂദിൽ ചെല്ലുന്നത് മാത്രം ചെല്ലിയാൽ മതി. നമ്മുടെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് എല്ലാം ഉണ്ടാകുക. ഒന്ന്, സബബ് ന്യായമത്ത് അനുഗ്രഹം ലഭിച്ച കാരണം കൊണ്ട് സുജൂദ് ചെയ്യാം. ഇത് ഞെക്കുമത്ത, അല്ലെങ്കിൽ ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, വിഷമങ്ങൾ തടഞ്ഞതിന് വേണ്ടി നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അതാണ്. കാരണം നമ്മളെ ഉദ്ദേശം അനുസരിച്ചു കൊണ്ടാണ്. റബ്ബേ, എന്നെ അതിൽ നിന്ന് രക്ഷിച്ചല്ലോ, അതല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് ഇത് നൽകി തന്നല്ലോ, അവനാണ് സകല സ്തുതിയും മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. സബ്ബിഹ്സ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലുഹാ സുജൂദക്കും, ഇത് നിങ്ങൾ സുജൂദിലാക്കുക, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അതുപോലെ തന്നെ ഫസബ്ബിഹ ബിസ്മി റബ്ബിക്കൽ അളീം, സൂറത്തുൽ വാഖിയയിൽ ഇത് ഇറങ്ങിയപ്പോൾ ഇജ്അലുഹാ ഫീ റുകൂഇക്കും, ഇത് നിങ്ങളുടെ റുകൂഇലുമാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ നമ്മൾ ഈ സുജൂദ് ചെയ്യുന്നത്, ഈ അള്ളാഹുവിൻ്റെ മഹത്തായ നാമം നമ്മൾ ഉച്ചരിക്കുന്നത്, എങ്കിൽ അത് അവന് കരസ്ഥമാകുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒരു ദിവസം 34 പ്രാവശ്യം നിർബന്ധമായി സുജൂദ് ചെയ്യണമല്ലോ, അത് വേണം. അപ്പം അതിൻ്റെ പുറത്ത് ഏറ്റവും വലിയ എന്താ സുജൂദ് കൊണ്ട് എന്തൊക്കെ നേട്ടം നമുക്ക് കിട്ടും നോക്കാം. ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കുന്ന വ്യക്തിയായി മാറും സുജൂദിനെ അധികരിപ്പിച്ചാൽ എന്നുള്ളതാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നിരവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കടുത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു എന്ന് കേൾക്കാം അല്ലേ? ബദറിലതുപോലെ തന്നെ പല ഘട്ടങ്ങളിലൊക്കെ സുജൂദ് ചെയ്തുകൊണ്ടാണ് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഏറ്റവും ഉപയുക്തമായത് സുജൂദ് തന്നെയാണ്.
അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പദവിയെ ഉയർത്തും. ദോഷങ്ങളെ പൊറുക്കപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉപയുക്തമായ നിലക്കുള്ള ഒരു ഇബാദത്തായി മാറും എന്ത്? സുജൂദ്. തന്നെയല്ല, പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് ഉയർത്തി കൊടുക്കും, ദോഷങ്ങൾ പുറത്തു കൊടുക്കും. പിന്നെ താഴ്മയുടെയും ഭക്തിയുടെയും അടയാളമാണ് സുജൂദ് എന്ന് പറഞ്ഞത്. മുഹമ്മദിയ ഉമ്മത്തിൽ സുജൂദ് അള്ളാഹ്ക്ക് മാത്രം. ചില പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സുജൂദ് തല കുനിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പാടില്ല, ഏത് യവനാണെങ്കിലും ശരി. അപ്പോൾ സുജൂദ് അള്ളാഹ് ആ താഴ്മയുടെയും ഭക്തിയുടെയും അടയാളമാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അവനെ നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം സംജാതമാകുമെന്നുള്ളതാണ് സുജൂദ് അധികരിപ്പിക്കുന്ന മനുഷ്യന്. 5, ശാരീരികമായും മാനസികമായും ആനന്ദവും സന്തോഷവും കിട്ടും. ശാരീരികമായി അടക്കവും കിട്ടും, മാനസികമായി സന്തോഷവും കിട്ടും. അന്ത്യനാളിൽ അവൻ്റെ ഈ സുജൂദിൻ്റെ അടയാളം പ്രകാശിക്കും. സുഹൃത്തുക്കളെ, ഇത്തരം മഹത്തായ പ്രതിഫലമുള്ള ഒന്നാണ് സുജൂദ്. സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകും. നിങ്ങൾ നോക്കും, ഇന്ന ലില്ലാഹി 99 ഇസ്മ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. അള്ളാഹ്ക്ക് 99 നാമങ്ങളുടെ അതെടുത്ത് മനപ്പാടമാക്കിയാൽ സ്വർഗത്ത് കടന്നു എന്ന് ഹദീസിൽ കാണും. അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്നയൊക്കെ നമ്മൾ അത് ചൊല്ലിയിട്ട് സുജൂദ് കടന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യം ഇനി അറബിയിൽ പറയാൻ അറിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളെ മനസ്സിൽ വിചാരിച്ച് അങ്ങേ അറ്റത്ത് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല അതിന് ഉത്തരം നൽകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ശുക്രിൻ്റെ സുജൂദ് ഒരു നന്ദി നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹം ചെയ്യുന്ന അതിന് സുജൂദ്, ഒറ്റ സുജൂദ്. അത് നമ്മൾ ഇത് പ്രാർത്ഥിക്കും ഒരുപാട് പ്രാവശ്യമാണ് സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി. അതുപോലെ തന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അസ്മാഉൽ ഹുസ്ന കാണാതിരുന്നവർക്ക് അതെല്ലാം സുബ്ഹാനൽ ജബറൂത്ത് വൽ മലകൂത്ത് വൽ കിബ്രിയാ വൽ അളമ എന്നുള്ളതൊക്കെ കാണാം. അതൊക്കെ വേണമെങ്കിൽ ചെല്ലാം. അല്ലാഹുമ്മ ലക്കൽ ഹംദ് ശുക്രൻ ലക യാ റബ്ബി. അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്കാണ് ശുക്ർ. ആ വിപത്ത് പ്രയാസം എന്നിൽ നിന്ന് തടഞ്ഞതുണ്ട്. ശുക്രൻ ലക യാ റബ്ബി, എൻ്റെ റബ്ബേ നിനക്കാണ് എൻ്റെ സകലത്ര നന്ദിയും രേഖപ്പെടുത്തുന്നത്. ഇത് നമ്മൾക്ക് സുജൂദിൽ പറയാം. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എന്ത് ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും എനിക്ക് കൊടുക്കും. അപ്പോൾ സുജൂദിൽ അധികരിപ്പിക്കുക അള്ളാഹു. അപ്പോൾ ഞാൻ ഇന്ന് ശുക്രിൻ്റെ സുജൂദ് മാത്രമാണ്. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാവും കേട്ടോ. തിലാവത്തിൻ്റെ സുജൂദ് ബാത്തിലാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബേ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി രോഗികളും അതുപോലെ ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഹസബ് നസ്ബ് അറിയുന്ന നാഥ, അവരുടെയും ഞങ്ങളുടെയും രോഗശമനം നൽകണം. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.